ഹലോ ഫ്രണ്ട്സ്, ന്യൂ ഇയർ ആയിട്ട് ജനങ്ങൾക്ക് KSRTC സ്വിഫ്റ്റ് ഒരുക്കുന്ന ഒരു ന്യൂ ഇയർ ഗിഫ്റ്റാണ് നമ്മുടെ മുന്നിൽ കടന്നു വരുന്നത്. പൂർണ്ണമായിട്ടും ബാറ്ററിയിൽ സഞ്ചരിക്കുന്ന ഒരു ഡബിൾ ഡെക്കർ ഇലക്ട്രിക്കൽ ബസ്സാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ ബസ്സിൻ്റെ കളർ കോഡും അതുമാത്രമല്ല സ്റ്റിക്കേഴ്സും വാർത്തകളിൽ മാസങ്ങളോളം നിറഞ്ഞതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ ചീഫ് മിനിസ്റ്ററും മന്ത്രിമാരും സഞ്ചരിച്ച അതേ ബസ്സിൻ്റെ കളറുമാണ് ഈ ബസ്സിനും ഉപയോഗിച്ചിട്ടുള്ളത്. പൂർണ്ണമായിട്ടും ഇത് നിർമ്മിച്ചിരിക്കുന്നത് സ്വിച്ച് എന്ന് പറയുന്ന കമ്പനിയുടെ പാരൻറ്റ് കമ്പനിയായ അശോക് ലൈലാൻഡാണ്. കളർ വളരെ മനോഹരമാണ്. നമുക്ക് ഈ ബസ് പൂർണ്ണമായിട്ടും ഒന്ന് ചുറ്റിക്കാണാം. ഈ ബസ്സിൻ്റെ ഫ്രണ്ട് ബാക്ക് സൈഡൊക്കെ വളരെ മനോഹരമായിരിക്കുന്നു. മുകളിൽ യാത്രക്കാർക്ക് സ്ഥലങ്ങൾ കണ്ട് സഞ്ചരിക്കാം. അതിൻ്റെ ബാഡ്ജിങ് അതിൽ പതിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് 2 ഡോറുകളാണ് നമുക്ക് ഈ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡിലും 2 ഡോറ് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതിൻ്റെ കളർ കോഡാവട്ടെ, ഇനി കുറച്ച് ഡീറ്റെയിൽ അകത്തോട്ടുള്ള ഫെസിലിറ്റീസ് എന്താണെന്ന് നോക്കാം, എത്ര സീറ്റുകളുണ്ടെന്ന് നോക്കാം. നമുക്ക് ബസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. വളരെ സൈലൻ്റാണ് ബസ്, കാരണം ഇതൊരു ഇലക്ട്രിക്കൽ ബസ്സാണ്. 100% പൊല്യൂഷൻ ഫ്രീ തന്നെയാണ്. നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കാണ് ലഭിച്ചിട്ടുള്ളത് ഈ ബസ്. ഫ്രണ്ട്സ്, നമുക്ക് ബസ്സിൻ്റെ ഡീറ്റെയിലോട്ട് പോകാം. വളരെ വലിയ ഹൈറ്റാണ് ഡബിൾ ഡെക്കർ ബസ്സായണം. ഇതിൻ്റെ ഫ്രണ്ട് വശം ഏതാണ്ട് 12 അടിയോളം ഹൈറ്റുണ്ട് ഈ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മുൻഭാഗത്തിന്. അതിന് 2 വിങ് ഷീൽഡായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ വിങ് ഷീൽഡിൻ്റെ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു GI പൈപ്പിനാൽ 2 പ്രൊട്ടക്ഷൻ ഷീൽഡ് ഗ്ലാസിൻ്റെ 2 സൈഡിലായിട്ടുമുണ്ട്. തൊട്ട് താഴെ ഒരു LED പാനൽ ബോർഡ് നമുക്ക് കാണാൻ സാധിക്കുന്നു. താഴത്തെ വിങ് ഷീൽഡിൻ്റെ 2 സൈഡിലായിട്ട് 2 ഗ്ലാസ് മിററും നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുമാത്രമല്ല 2 വൈപ്പറുമുണ്ട്. നമുക്ക് ഹെഡ്ലൈറ്റ് യൂണിറ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു പ്രൊജക്ട് ഹെഡ് ലാമ്പും ഒരു ഹാലജൻ ഹെഡ്ലൈറ്റും തൊട്ട് താഴെ ഒരു ഇൻഡിക്കേറ്ററും നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അതുമാത്രമല്ല തൊട്ട് താഴെയായിട്ട് നമുക്കൊരു ഫോഗ് ലാമ്പ് കാണാൻ സാധിക്കുന്നു. അതും ഹാലജൻ തന്നെയാണ്. അതിൻ്റെ നടുക്കായിട്ട് സ്വിച്ച് എന്ന് പറഞ്ഞ ബ്രാൻഡിങ്ങും ട്രിവാൻഡ്രം എന്നൊരു ബ്രാൻഡിങ്ങും സിറ്റി സൈറ്റ് സീൻ എന്നുള്ള സ്റ്റിക്കറും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഇപ്പുറത്തും ഹെഡ്ലൈറ്റ് സെയിം തന്നെയാണ്. ഹാലജനും LED-യും പിന്നെ ഒരു ഫോഗ് ലാമ്പും അതുമാത്രമുള്ള ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റാണ് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ വ്യക്തമായിട്ട് കാണാവുന്നുള്ളത്. ഇനി നമുക്ക് സൈഡ് വ്യൂവിൽ ബസ്സിൻ്റെ നീളം 9.8 മീറ്റർ എന്ന് തോന്നുന്ന രീതിയിൽ തന്നെ വലിയൊരു റെഡ് സ്റ്റിക്കർ സ്റ്റാർട്ടിംഗ് മുതൽ എൻഡ് വരെ പോകുന്നത് കാണാൻ സാധിക്കുന്നു. അതുമാത്രമല്ല ബസ്സിൻ്റെ വിശാലമായ ഗ്ലാസ് ഏരിയയിൽ 2 എമർജൻസി വിൻഡോസും സ്റ്റിക്കേഴ്സ് പതിപ്പിച്ചിട്ടുണ്ട്. അതും വ്യക്തമായിട്ട് കാണാം. അതിൻ്റെ താഴെയായിട്ട് തിരുവനന്തപുരം സിറ്റി സൈറ്റ് സീൻ എന്നുള്ള സ്റ്റിക്കറും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ പൈതൃക സിറ്റിയെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെയും മ്യൂസിയത്തിൻ്റെയും ശംഖുമോത്തിൻ്റെയും കോവളം ലൈറ്റ് ഹൗസിൻ്റെയും അതുമാത്രമല്ല പാളയം ജുമാമസ് ചർച്ചും പാളയം ക്രിസ്ത്യൻ ചർച്ചിൻ്റെയും എംബ്ലം വളരെ വ്യക്തമായിട്ട് ബസ്സിൽ കാണാൻ സാധിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ഡ്രൈവർ സൈഡിലാണ്. ഡ്രൈവർ കയറേണ്ട ഫുഡ് സ്റ്റെപ്പുകളും വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതാണ് ഡ്രൈവർ സൈഡിലുള്ള ഡോറ്. നമുക്ക് ആ ഡോറൊന്ന് തുറന്ന് നോക്കാം. അവിടെ അകത്തെ വ്യൂ എന്താണ് കാഴ്ചയെന്ന് നോക്കാം. നമ്മൾ സാധാരണഗതിയിൽ KSRTC ബസ്സിൽ കാണുന്ന അതേ ഡോറ് തന്നെയാണ്. കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ട് നമുക്ക് മനസ്സിലാകും. ഡോറ് തുറക്കുമ്പോൾ ആ ക്വാളിറ്റി നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അതുമാത്രമല്ല അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ 2 പെഡൽസാണുള്ളത്. ഒരു ആക്സിലേറ്റർ പെഡലും ഒരു ബ്രേക്ക് പെഡലും. കാരണം ഇത് പൂർണ്ണമായിട്ടും ഒരു ഇലക്ട്രിക്കൽ ബസ്സാണ്. ആക്സിലേറ്ററിൻ്റെയും ബ്രേക്കിൻ്റെയും ആവശ്യമേ ഇതിൽ വരുന്നുള്ളൂ. ഫ്രണ്ട്സ്, നമുക്ക് ബസ്സിൻ്റെ സൈഡ് സീനറി കണ്ടുകൊണ്ട് തന്നെ ബസ്സിൻ്റെ ചാർജിങ് എവിടെയാണെന്ന് നോക്കാം. ചാർജിങ് യൂണിറ്റ് എവിടെയാണെന്ന് നോക്കാം. നമുക്ക് വളരെ വ്യക്തമായിട്ട് ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ ചാർജിങ് ഹിയർ എന്നുള്ള എംബ്ലോ ഇവിടെ ഉണ്ട്. എമർജൻസി സ്റ്റോപ്പ് എന്ന് പറയുന്ന എംബ്ലോ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. 231 kWh ബാറ്ററിയാണ് ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെയാണ് ചാർജ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഡുവൽ ചാർജിങ് പോയിൻ്റാണുള്ളത്. 1 അവർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 കിലോമീറ്റർ മുതൽ 240 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ സാധിക്കും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇങ്ങനെ ഇത് ഈസിയായിട്ട് ക്ലോസ് ചെയ്യാനും സാധിക്കും. ഇനി നമുക്ക് ബസ്സിൻ്റെ അടുത്ത വിശേഷങ്ങളിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, ബസ്സിൻ്റെ മുൻവശം പോലെ തന്നെ വളരെ മനോഹരമാണ് ബസ്സിൻ്റെ ബാക്ക് വശവും. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് വിങ് ഷീൽഡ് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഡിജിറ്റൽ നൈൻ ബോർഡാണ്. ബസ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഡിജിറ്റൽ നൈൻ ബോർഡിൽ സ്ഥലം തെളിയുകയുള്ളൂ. തൊട്ട് താഴെയായിട്ടൊരു ക്യാമറ യൂണിറ്റ് കാണാൻ സാധിക്കും. 5ഓളം ക്യാമറ യൂണിറ്റാണ് ബസ്സിനുള്ളത്. സെൻട്രൽ പോർഷനിലായിട്ട് സ്വിച്ച് എന്നുള്ള ബാഡ്ജിങ്ങും സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡിജിറ്റൽ ലൈറ്റാണ്. റിവേഴ്സ് ലൈറ്റും ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്റർ ലൈറ്റും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സ്റ്റോപ്പ് എന്നുള്ള ബാഡ്ജിങ്ങും
EIV 2.2 എന്നുള്ള ബാഡ്ജിങ്ങുമുണ്ട്. ഹിന്ദുജ ഗ്രൂപ്പ് എന്ന ബാഡ്ജിങ് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഡിക്കി പോർഷൻ്റെ ഹാൻഡിലുമുണ്ട്. ഈ പറയുന്ന രണ്ട് സൈഡിലും LED ലൈറ്റുകളാണ്. വളരെ സിമ്പിൾ ഡിസൈനാണ് LED ലൈറ്റ് ഉള്ളത്. അതുമാത്രമല്ല കുറേ സ്റ്റിക്കർ വർക്കുമുണ്ട്. ഏറ്റവും താഴെയായിട്ട് റിഫ്ലക്ട് ലൈറ്റും സെൻസേഴ്സും ബസ്സിൽ ഘടിപ്പിച്ചിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ബസ്സിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്ന ഡബിൾ ഡെക്കർ ബസ്സിന് 2 ഡോറുകളാണുള്ളത്. ഒന്ന് മുൻവശത്തൂടെയും കയറി ഇറങ്ങാം, ബാക്ക് വശത്തൂടെയും കയറി ഇറങ്ങാൻ സാധിക്കും. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ബസ്സാണ് നമ്മുടെ ഈ ഇലക്ട്രിക്കൽ ഡബിൾ ഡെക്കർ ബസ്. അതുമാത്രമല്ല വ്യക്തമായിട്ട് കാണുന്ന രീതിയിൽ 2 ഹാൻഡ് റെയിൽ, ഡോറിൻ്റെ 2 വശത്തായിട്ട് 2 ഹാൻഡ് റെയിലുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് പിടിച്ചു കയറാം. അതിലൊന്ന് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതുമാത്രമല്ല വളരെ വീതിയുള്ള ഫുഡ് സ്റ്റെപ്പുകളും നമുക്ക് ഈ ബസ്സിൽ കാണാവുന്നതാണ്. നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്നത് ഫയർ എക്സ്റ്റിങ്ക്വിഷൻ മെഷീനാണ് നമ്മുടെ ഇതിലുള്ളത്, നമ്മുടെ ക്യാബിനുള്ളത്. അതുമാത്രം നോ സ്മോക്കിംഗ് സ്റ്റിക്കറുമുണ്ട്. സീറ്റുകൾ 2 വെച്ച് ഇങ്ങനെയാണ് ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഡീറ്റെയിൽ വ്യൂവിലേക്ക് പോകാം. അതുമാത്രമല്ല ഡ്രൈവർ സീറ്റ് വളരെ കുഷനായിട്ടുള്ള സീറ്റും സീറ്റ് ബെൽറ്റോട് കൂടിയ സീറ്റുമാണുള്ളത്. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതുമാത്രമല്ല മുകളിലോട്ട് പോയാൽ ക്യാബിന് ലൈറ്റുണ്ട്, ഡ്രൈവറിന് കാറ്റ് കൊള്ളാൻ ഫാനുണ്ട്. അതുമാത്രമല്ല സ്ഥലം ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ LED ഡിസ്പ്ലേ ഉണ്ട്. മ്യൂസിക് ആസ്വദിക്കാൻ സ്പീക്കേഴ്സ് ഉണ്ട്. അതുമാത്രമല്ല ഫയർ എക്സ്റ്റിങ്ക്വിഷൻ ആവശ്യമായിട്ടുള്ള സിസ്റ്റം ഇതിനകത്തുണ്ട്. പിന്നെ കുറേ ലൈറ്റ്സും ഈ ക്യാബിനകത്തുണ്ട്. ഇനി ഇതെല്ലാം കൺട്രോൾ ചെയ്യാനുള്ള കുറേ സ്വിച്ചുകളാണുള്ളത്. അത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെ ഫങ്ഷൻസാണ് ഈ സ്വിച്ചിനുള്ളതെന്ന്. ഡ്രൈവ് മോഡ്, ഓക്കെ. DD എന്നാണെങ്കിൽ അല്ലേ? DD. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ന്യൂട്രലാക്കണം. അത് ന്യൂട്രലായി. ഓക്കെ. റിവേഴ്സിന് 2 R വരണം എങ്കിലേ റിവേഴ്സ് ആവുള്ളൂ. 2 D വേണം. അതിനിടയ്ക്ക് ഡ്രൈവിന് 2 D വേണം. ഓക്കെ. ഇത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ന്യൂട്രൽ അടിച്ചിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ പാടുള്ളൂ. ഓക്കെ ഓക്കെ. എപ്പോൾ ചേഞ്ച് ചെയ്താൽ റിവേഴ്സ് വന്നാലും നമ്മൾ റണ്ണിങ് മോഡലാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഈ സ്വിച്ചൊക്കെ ഇതൊക്കെ സ്ഥിരമുള്ള സ്വിച്ചുകളാണോ? ഇത് നമ്മളെ ഡോറിൻ്റെ ഓപ്പണിംഗ്. ഇത് ഫ്രണ്ട് ഡോർ, ഇത് ബാക്ക് ഡോർ. പിന്നെ ഇത് ഇപ്പുറത്തെ ഈ സ്വിച്ചുകളൊക്കെ എന്ന് പറഞ്ഞത് ഇത് ഒറ്റയ്ക്കുന്നത് ഇത് ബാറ്ററി കട്ട് ഓഫ്. ഓൺ ഓഫ് ആണോ? ഓൺ ഓഫ്. ബാറ്ററി കട്ട് ഓഫ്. ഇത് ഹസാർഡ്. ഓക്കെ. മറ്റേത് 2 എമർജൻസിയുടെ സ്വിച്ചുകൾ. ഇത് നൈറ്റ് ലാമ്പ്. ഇത് ഡ്രൈവർ ഫാൻ. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഹിൽ സ്വിച്ച്. പിന്നെ ഇത് നമ്മളെ ലൈറ്റ്, ഹെഡ്ലൈറ്റിന്റെ അല്ല, എഞ്ചിന്റെ അവിടെ ബോണറ്റ് അവിടെ ബാക്കിലൊരു ലൈറ്റ് ഉണ്ട്, അതിന്റെയാണ്. പിന്നെ ഇത് നമ്മളെ റൂഫ് ലാമ്പുകൾ, ലാമ്പ് സൈഡ്. ഇത് എക്സ്റ്റേണൽ. ഇത് ഓണാക്കി കഴിഞ്ഞാൽ നമ്മളെ ഇൻഡിക്കേറ്റർ, ഹെഡ്ലൈറ്റ് ഒക്കെ കട്ട് ഓഫ്. എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ, ഹെഡ്ലൈറ്റ്. ഇത് എക്സ്റ്റേണൽ, ഐ ഇന്റേണൽ, അകത്തുള്ളത്. ഇതിട്ടായാലും കാറ്ററേ ഡ്രൈവർ ഫാനൊക്കെ വർക്ക് ആവുള്ളൂ. ഇത് മനസ്സിലായി. മൊത്തം കണക്ഷൻ അവിടെ ഉണ്ടല്ലേ? ഇത് ഡെസ്റ്റിനേഷൻ ബോർഡിന്റെ ആണ്. ഇത് ഡെസ്റ്റിനേഷൻ ബോർഡ്. അത് ഇവിടെ വെച്ചിരിക്കുന്ന ബോർഡ് ഈ ബോർഡ് തന്നെയല്ലേ? ഈ ഡെസ്റ്റിനേഷൻ ബോർഡ്. ഇത് USB ചാർജിംഗ് പോർട്ട്. ഇത് TV ആയിരിക്കും. താങ്ക് യു. ഫ്രണ്ട്സ്, ബസ്സിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 29ഓളം സീറ്റുകൾ, കുഷനുള്ളതും കാണാൻ മനോഹരമായ സീറ്റുകളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 2 സീറ്റുകൾ വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ വശത്ത് സീറ്റ് ശകലം പൊങ്ങാൻ കാരണം ബാറ്ററി പാക്കേജ് വരുന്നത് കൊണ്ടാണ്. അതുമാത്രമല്ല ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷനുമുണ്ട്. അത് ബസ് ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഫയർ എക്സ്റ്റിങ്ക്വിഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് അവിടെ വീഡിയോ ഷൂട്ട് ചെയ്ത്. ഉറപ്പായിട്ടും സേഫ്റ്റിയുടെയും സെക്യൂരിറ്റിയുടെയും കാര്യത്തിൽ നമ്മുടെ ഇലക്ട്രിക്കൽ ബസ് വളരെ മുന്നിൽ തന്നെ എന്ന് പറയാം. അതുമാത്രമല്ല 2 സൈഡിലുമായിട്ട് ഹാൻഡ് റെയിൽ വളരെ വ്യക്തമായിട്ട് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു ഗ്രിപ്പുള്ള രീതിയിൽ തന്നെയാണ് ഹാൻഡ് റെയിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്. നമ്മളെ മുന്നിൽ നല്ലൊരു LED TVയും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല അപ്സ്റ്റെയറിലേക്ക് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള സ്റ്റെയറും ഇവിടെ തന്നെയുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെയാണ് എമർജൻസി വിൻഡോയും ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്ക് അപ്സ്റ്റെയറിൽ കയറുന്നതിന് നമ്മുടെ ഫുഡ് സ്റ്റെപ്പ് വളരെ നല്ല വീതിയുള്ളതാണ്. അതുമാത്രമല്ല ഹാൻഡ് റെയിൽ വളരെ ഗ്രിപ്പോടെ നമുക്ക് പിടിച്ചു കയറാനും സാധിക്കും. നമ്മൾ കയറുന്ന 2 സൈഡിലേറ്റും ഹാൻഡ് റെയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ അപ്സ്റ്റെയറിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് ഒരു ക്യാമറ യൂണിറ്റും പിന്നെ നോ സ്മോക്കിംഗ് സ്റ്റിക്കറും മ്യൂസിക് സിസ്റ്റവും ഇതിനകത്തുണ്ട്.
ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ ബസ്സിൻ്റെ അപ്സ്റ്റെയറിലെ കാഴ്ചകൾ. വളരെ മനോഹരമായ വ്യൂ നമുക്ക് തിരുവനന്തപുരം സിറ്റിയിൽ കിട്ടുമെന്ന് യാതൊരുവിധ സംശയവുമില്ല. സിറ്റി പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. രാത്രിയുള്ള യാത്രകൾ വളരെ മനോഹരമായിരിക്കും. 36 സീറ്റുകളാണ് ഇങ്ങനെ 2 സീറ്റ് വെച്ച് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാ സീറ്റുകൾക്കും സീറ്റ് ബെൽറ്റും ഉണ്ട്. ഇതാണ് നമ്മൾ കണ്ട താഴെ നിന്ന് കണ്ട വിൻഷീൽഡ്. അതും നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഓരോ സീറ്റിൻ്റെ സൈഡിലും സ്റ്റോപ്പ് സ്വിച്ചുകളുണ്ട്. അത് നമുക്ക് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് ഇൻഡിക്കേഷൻ ഡ്രൈവർക്ക് ലഭിക്കുമായിരിക്കും. സീറ്റ് വളരെ മനോഹരമാണ്, നല്ല വിശാലമാണ്. ഇരിക്കാനും വളരെയധികം സൗകര്യമുള്ള സീറ്റുകളാണ് ഇവിടെ ഉള്ളത്. എല്ലാ മാധ്യമ പ്രവർത്തകരും ബസ് എത്തിയ സമയത്ത് തന്നെ വീഡിയോ എടുക്കേണ്ട തിരക്കിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനും പോയി വീഡിയോ എടുക്കുകയുണ്ടായി. എല്ലാവർക്കും സമയക്കുറവ് കാരണം എല്ലാവരും തിരക്ക് പിടിച്ച വീഡിയോ എടുക്കുന്ന അവസരമാണ്. നമ്മളും രാവിലെ തന്നെ എത്തിയതാണ്. എല്ലാവരും വീഡിയോ എടുക്കും. ലുലു മാൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഫ്രണ്ട് വശത്തോട്ട് കയറിയ സ്റ്റെപ്പ് വഴി തന്നെ നമുക്ക് ബാക്ക് വശം അതേപോലത്തെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അത് മാത്രമല്ല കുറച്ച് വീതിയുള്ള സ്റ്റെപ്പുമാണ്. ഹാൻഡ് റെയിലും വ്യക്തമായിട്ട് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഹാൻഡ് റെയിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ വശത്തൂടെ നമുക്ക് ഇറങ്ങാനും സാധിക്കും. ഇപ്പോൾ താൽക്കാലികമായി ഡോറ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്, കാരണം വണ്ടി ഓഫാണ്. വണ്ടി ഓഫ് ആയതുകൊണ്ടാണ് ഡോർ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മുൻവശത്തൂടെ ഇങ്ങനെ പോകാം. അങ്ങനെ 2 ഡോറുകളും വിശാലമായിട്ടുള്ള ബസ്സാണ് നമ്മളെ സിറ്റിയിലേക്ക് വരാൻ പോകുന്നത്. 2 ബസ്സുകളാണുള്ളത്. ആദ്യത്തെ ബസ് വന്നു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ബസ് ഉടൻ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാരണം ഞാൻ KSRTCയുടെ വലിയൊരു ഫാനാണ്. നമ്മുടെ സാധാരണക്കാരുടെ ബെൻസും BMW ഓഡിയും എല്ലാം നമ്മുടെ KSRTC ബസ്സാണ്. KSRTC ബസ്സിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഞാൻ KSRTCയുടെ വലിയൊരു ഫാൻ തന്നെയാണ്. അതുകൊണ്ട് KSRTCയുടെ ഹൈബ്രിഡ് ബസ് ഇറങ്ങിയപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി ഒരു മെമ്പറായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യമായി നിങ്ങളെ മുന്നിൽ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.